80കളിലൊക്കെ സിനിമകളിൽ യൂണിറ്റിൽ വണ്ടി ഓടിയിരുന്ന എന്താ പറയുക വണ്ടി ഓടിച്ചിരുന്ന ഒരു ഡ്രൈവറായിരുന്നു കുട്ടപ്പൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ മുതൽ താരങ്ങൾ, നിർമ്മാതാവ് എല്ലാവരും അദ്ദേഹം ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ സർവകലാശാല എന്ന് പറയുന്ന ഒരു സിനിമ, വേണുനാഗോടിയുടെ ഒരു സിനിമ, അപ്പോൾ അതിനെക്കുറിച്ച് നടൻ നന്ദു പറഞ്ഞൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നന്ദു പറഞ്ഞത് ഈ പറയുന്ന പോലെ നന്ദു അതിൽ ആദ്യമായിട്ട് അഭിനയിക്കണം. അപ്പോൾ നന്ദുവിനായിട്ട് ചെറിയൊരു സംഭവമൊക്കെ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നന്ദുവിനെ പുറത്താക്കണം എന്നൊക്കെ പ്രൊഡ്യൂസറോടൊക്കെ പറഞ്ഞ് ഈ കുട്ടപ്പൻ ഭയങ്കര ഒരു കളി കളിച്ചു. പക്ഷെ പിന്നീട് കുട്ടപ്പൻ നന്ദുവിനായിട്ട് ഭയങ്കര അടുത്ത സുഹൃത്തായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്ദു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുട്ടപ്പൻ്റെ സ്വഭാവം അദ്ദേഹം ഓടിക്കുന്ന വണ്ടിയുമായി അദ്ദേഹം സംസാരിക്കും. അതായത് കാറാണ്, അപ്പോൾ ആ കാറിനായിട്ട് അദ്ദേഹം സംസാരിക്കും, കാറിനെ സുന്ദരി എന്ന് വിളിക്കും. അതായത് കാറിനെ ഒരു എന്താ പറയുക, ഒരു സ്വന്തം ഭാര്യയെ പോലെയോ കാമുകി പോലെയോ ഇങ്ങനെയൊക്കെ കാണുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടീനെ എന്തോ കളിയാക്കിയിട്ട് നന്ദു പറഞ്ഞതിനാണ് കുട്ടപ്പന് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നീട് പ്രൊഡ്യൂസറൊക്കെ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടപ്പൻ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടപ്പന് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, ജീവിതത്തിലെ എന്താ പറയുക സ്വന്തമായിട്ടുള്ള ഒരാളെ പോലെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ കുട്ടപ്പൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഓട്ടോയിൽ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ. നമുക്കറിയാം ഓട്ടോയിൽ ഓട്ടോറിക്ഷയായിട്ട് സംസാരിക്കുന്നു, സുന്ദരി എന്ന് പറഞ്ഞ് പേരിടുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഓട്ടോ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഈ ഒരു ക്യാരക്ടർ എത്തിയത്.